നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ശ്രീ നാരായണ ഗുരുദേവനെ കുറിച്ച് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. കാരണം ശ്രീ നാരായണ ഗുരുദേവനല്ലാതെ നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ശ്രീ നാരായണ ഗുരുദേവൻ ഇത്രയും വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനെക്കുറിച്ചാണോ ശ്രീ നാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത്, ഏതിനെക്കുറിച്ചാണോ പറഞ്ഞു തന്നത്, ആ പറഞ്ഞു തന്നതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ആരാ നിയന്ത്രിക്കേണ്ടത്? നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും ഓരോ സന്ദർഭങ്ങളെയും നമുക്ക് നേരിടുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് പാകപ്പെടണ്ടേ നമ്മൾ? എല്ലാവർക്കും അവരവരുടെ മനസ്സിനെ എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ലല്ലോ. നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ സഞ്ചരിക്കേണ്ടത് നല്ലതിലേക്കാണല്ലോ. എന്നാൽ എത്രയോ ചീത്ത കാര്യങ്ങൾ നമ്മളിലൂടെയൊക്കെ നടക്കാറുമുണ്ട്, നമ്മൾ ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്ന് നാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മളതൊക്കെ ചെയ്തു നോക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, നാരായണ ഗുരുദേവനെ വിമർശിക്കുന്നവർ എത്ര തന്നെ ആയിക്കോട്ടെ, ഏതൊക്കെ സാധ്യതകളെ അവർ ഉപയോഗപ്പെടുത്തുന്നുവോ, ഏതൊക്കെ വാക്കുകളെ അവർ അമ്മാനമാടുന്നുവോ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. വിമർശിക്കുന്നവരുടെ പിന്നാലെ നമ്മൾ പോയാൽ നമ്മൾ പോകണമോ? വിമർശിക്കുന്നവരുടെ പിന്നാലെ നമ്മൾ പോകണമോ? അതോ ശ്രീ നാരായണ ഗുരുദേവൻ നമുക്ക് കാട്ടിത്തന്ന ആ പരമാത്മാവിൻ്റെ പിന്നാലെ നമ്മൾ പോകണമോ? അല്ലേ? ആ പരമാത്മാവിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഗുരുവിനെ വിമർശിക്കുന്നവർ ആരോ വിമർശിക്കട്ടെ. ഗുരു അറിയാതെ ഗുരുവിനെ വിമർശിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ശ്രീ ഗുരുദേവൻ അറിയാതെ, ശ്രീ നാരായണ ഗുരുദേവൻ അറിയാതെ ശ്രീ നാരായണ ഗുരുദേവനെ വിമർശിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ അറിയുന്ന, ഗുരുദേവനെ അറിയുന്ന അവരാരും അത് സമ്മതിച്ച് തരത്തില്ല. ഗുരുദേവൻ അറിയാതെ ഗുരുദേവനെ വിമർശിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ വിമർശനം ഒരു വഴി നടന്നോട്ടെ, അതിൻ്റെ പിന്നിലും വ്യക്തമായ തന്ത്രങ്ങളുണ്ട്, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. തന്നിലേക്ക് തിരിയാതെ പാഞ്ഞു നടക്കുന്ന മനസ്സുകളെ തന്നിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഉള്ള പദ്ധതിയുടെ ഭാഗമാണതൊക്കെ.